ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമാണ്. അർജുനൻ വീണ്ടും ഒരു പ്രത്യേക തരത്തിലുള്ള ചോദ്യമാണ് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. അതായത് ശാസ്ത്രവിധി അനുസരിക്കാതെ അതേ സമയത്ത് നല്ല മനസ്സോടുകൂടി യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എപ്രകാരം ഇരിക്കും എന്നൊരു ചോദ്യമാണ് ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നത്. യേ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാഃ. യജന്തേ ശ്രദ്ധയാൻവിത, ശ്രദ്ധയോടുകൂടി തന്നെ യജന്തേ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത ഇവര് ശാസ്ത്രവിധിം ഉത്സൃജ്യ, ശാസ്ത്രവിധിയെ അനുസരിക്കുന്നില്ല. അപ്രകാരം ശാസ്ത്രവിധിയെ അനുസരിക്കാതെ അതേ സമയത്ത് നന്മ നിറഞ്ഞ പ്രവൃത്തികള് ശ്രദ്ധയോടുകൂടിയാണ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ തേഷാം നിഷ്ഠ തു കാ കൃഷ്ണ സത്വം ആഹോ രജസ്തമഃ. അവരുടെ നിഷ്ഠ, അവരുടെ കർമ്മം, അവരുടെ പ്രവൃത്തി, അവരുടെ ആചാരം, ഹേ കൃഷ്ണ തേഷാം നിഷ്ഠ, അവരുടെ ആചാരം തു കാ കൃഷ്ണ, അതെന്താണ്? അത് സാത്വികമായിട്ടുള്ളതാണോ, അതോ രാജസമായിട്ടുള്ളതാണോ, അല്ല താമസമായിട്ടുള്ളതാണോ? ഇത് ഒന്ന് വിവരിച്ച് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ശ്രീകൃഷ്ണൻ അതിന് മറുപടി കൊടുക്കുകയാണ്. ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ. 3 തരത്തിലാണ് ശ്രദ്ധയുള്ളത്. ശ്രദ്ധ, അതുപോലെ തന്നെ ആഹാരം, ശരീരം, വാക്ക്, പ്രവൃത്തി, കർമ്മം, കർമ്മഫലം, ഇതെല്ലാം നേരത്തെ വിവരിച്ചിട്ടുണ്ട്. സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന്. ഇവിടെ ശ്രീകൃഷ്ണൻ ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ. സ്വഭാവജാഹ, ആ വ്യക്തിയുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ, ആ ശരീരത്തിൽ 3 തരത്തിലുള്ള ശ്രദ്ധയുണ്ടാകാനാണ് സാധ്യത. ഒന്നാമത്തേത് സാത്വികി, രാജസീ ചൈവ താമസീ ച ഇതി താം ശൃണു. 3 തരത്തിലുള്ള ശ്രദ്ധയാണ് ഉള്ളത്. അത് ഹേ അർജുന നീ കേട്ടാലും. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ, ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ്, കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ്, പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ. സത്വ അനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഹേ ഭാരത. ആ വ്യക്തിയുടെ ടെമ്പറമെന്റ് അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ ഇരിക്കുന്നത്. ശ്രദ്ധാമയ അയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഹ. ഏതാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ, പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആ ലക്ഷ്യബോധം, ശ്രദ്ധ, മാനസികാവസ്ഥ, പെരുമാറ്റം, ഇതെല്ലാം എപ്രകാരമാണോ ഇരിക്കുന്നത് ആ വ്യക്തി അപ്രകാരമുള്ളവനാണ്. യശ്രദ്ധ സ ഏവ സഹ. ആ ശ്രദ്ധ എപ്രകാരമാണോ ഇരിക്കുന്നത് സ ഏവ സ, അത് തന്നെയാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ് സർക്കംസ്റ്റാൻസസ്. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളുടെ പ്രോഡക്റ്റ് ആണ്, ശ്രദ്ധയുടെ പ്രോഡക്റ്റ് ആണ് എന്നർത്ഥം. ശ്രദ്ധ 3 വിധത്തിലുള്ളവരുടെ യജ്ഞം അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ പവിത്രകർമ്മം എന്ന് നാം പറയുന്ന ആത്മീയ കർമ്മം എപ്രകാരം ഇരിക്കും എന്ന് നോക്കുക. യജന്തേ സാത്വികാദേവാൻ. സാത്വിക സ്വഭാവമുള്ളവര് ദേവന്മാരെ ഭജിക്കുന്നു. രക്ഷാംസി രാജസാഹ. രാജസ സ്വഭാവമുള്ളവര് യക്ഷരക്ഷസുകളെ ഭജിക്കുന്നു. പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ. താമസ സ്വഭാവമുള്ളവര്, ദുർമന്ത്രവാദികളായിട്ടുള്ളവര്, ഇപ്രകാരമുള്ള വ്യക്തികള് പ്രേതാൻ ഭൂതഗണാംശ്ച അന്യേ. 3ാമത്തെ സ്വഭാവമുള്ളവര് പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും യജന്തേ താമസാജനാഹ. താമസ സ്വഭാവമുള്ള ജനങ്ങള് ഇപ്രകാരമാണ് ഭജിക്കുന്നത്, പൂജിക്കുന്നത്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. സാത്വികന്മാര് ദൈവത്തെയും, രാജസന്മാര് യക്ഷരക്ഷസുകളെയും, താമസന്മാര് ഭൂതപ്രേതാദികളെയുമാണ് പൂജിക്കുന്നത്. ഈ താമസന്മാരെയാണ് യഥാർത്ഥത്തില് ദുർമന്ത്രവാദികൾ എന്ന് പറയുന്നത്. അശാസ്ത്ര വിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഹ ദംഭ അഹങ്കാര സംയുക്താഹ കാമരാഗബലാൻവിതാഹ. ശാസ്ത്രം വിവരിക്കാത്ത, അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ, ഘോരമായ കർമ്മങ്ങള് ഏ തപോജനാഹ, തപസ്വികളാണെങ്കിലും ആരാണോ ശാസ്ത്രവിഹിതമല്ലാത്ത കർമ്മങ്ങൾ താപസമായിട്ട് ചെയ്യുന്നത്, തപസ്വരൂപത്തിൽ ചെയ്യുന്നത്, ദംഭ അഹങ്കാര സംയുക്ത, അവർക്ക് അഹങ്കാരമുണ്ടാവും, അരോഗൻസ് ഉണ്ടാവും, തലക്കനമുണ്ടാകും, കാമരാഗബലാൻവിതാഹ, അത്യാഗ്രഹമുണ്ടായിരിക്കും, അതുപോലെ തന്നെ ശക്തന്മാരാണെന്ന് ധാരണ ഉണ്ടായിരിക്കും.
ഇതെല്ലാം കൂടി ചേർത്ത് ആണ് ചില വ്യക്തികള് ഘോരമായ ഹീനകൃത്യങ്ങൾ തപസ്സിന്റെ രൂപത്തിൽ ചെയ്യുന്നത്. അവര് കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ച ഏവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. അവര് സ്വന്തം ശരീരത്തെ ഭൂതഗ്രാമ അചേതസഃ ശരീരത്തെയും ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യത്തെയും കാർഷയന്ത നശിപ്പിക്കുന്നു, അതുപോലെ പീഡനത്തിന് വിധേയമാക്കുന്നു. സ്വയം പീഡനത്തിന് വിധേയമാക്കുന്ന വ്യക്തികള് ഘോരവും അശാസ്ത്രവിധി പ്രകാരവുമുള്ള കർമ്മത്തെയാണ് അവര് അനുഷ്ഠിക്കുന്നത്. മാം ച ഏവ അന്തഃശരീരസ്ഥം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തില് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. താൻ അവിദ്യസുരനിശ്ചയാ ആസുരീക സ്വഭാവത്തോടുകൂടി ആസുരീക പ്രകൃതിയോടുകൂടി ആസുരീകമായ താമസമായ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവര് ആ ശരീരത്തെ പീഡിപ്പിക്കുന്നു, അതിനകത്ത് വർത്തിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അറിയാതെ. അപ്പോൾ യഥാർത്ഥത്തില് കുരിശില് സ്വയം കയറുന്നതും സ്വയം പീഡനം അനുഭവിക്കുന്നതും യഥാർത്ഥത്തിൽ അവനവന്റെ ശരീരത്തെ ഹീനമായ കൃത്യം നടത്തുന്നതിന് വേണ്ടി തൂക്കത്തിൽ കൊളുത്തിട്ട് തൂക്കുന്നതും ത്വക്കില് കൊളുത്തിട്ട് തൂക്കുന്നതും അഗ്നിയിലൂടെ നടക്കുന്നതും ശൂലം കുത്തുന്നതും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആസുരമാണ് എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. ശരീരത്തിലെ ചൈതന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശരീരത്തെ ഘോരമായ നശീകരണ പ്രവർത്തനത്തിന് വിധേയമാക്കുമ്പോൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു, ശരീരത്തെ നശിപ്പിക്കുന്ന, ശരീരത്തെ വേദനിപ്പിക്കുന്ന ഒരു വിധത്തിലുള്ള ദുരാചാരങ്ങളും സാത്വികമല്ല എന്ന്. ശരീരത്തിന്റെ ത്വക്കില് കൊളുത്തിട്ട് ശൂലം കുത്തി അഗ്നിയിലൂടെ നടത്തി, അതുപോലെ തന്നെ ശരീരത്തിനെ കുരിശിൽ സ്വയം തൂങ്ങാൻ പാകത്തിന് കെട്ടി ആണിയടിച്ച് നടത്തുന്ന എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും ദുരാചാരങ്ങളുടെ ഭാഗമാണ്, സാത്വികമല്ല, അത് താമസമാണ് എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അടിവരയിട്ട് വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്രയധികം സയന്റിഫിക് ടെമ്പറോടുകൂടി ശാസ്ത്രീയമായ വീക്ഷണത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണൻ ലോക ജനതയ്ക്ക് ഹിതമായ സാത്വികാവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത്. അതുപോലെ ലോക ജനതയ്ക്ക് അഹിതമായ, ഒരിക്കലും സ്വീകരിക്കാൻ ആവശ്യമില്ലാത്തതായ ആസുരികം എന്ന് പറയുന്ന താമസ സ്വഭാവങ്ങളെയും ശ്രദ്ധയെയും വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ 5140 വർഷങ്ങൾക്ക് മുൻപ് വിവരിക്കുന്നുണ്ട്. ഇതാണ് ഭഗവത്ഗീതയുടെ മഹത്വവും. ശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്ന ഭഗവത്ഗീത മനസ്സിലാക്കുമ്പോഴാണ് ഭാരതീയ പൈതൃകം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുക. അടുത്തത് ഈ 3 ഗുണങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണൻ വിവരിക്കുകയാണ്. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ. 3 വിധത്തിലുള്ള ആഹാരമാണ് ഉള്ളത്. ആഹാര തു അപി സർവസ്യ, ഏത് വ്യക്തികൾ കഴിക്കുന്ന ആഹാരമാണെങ്കിലും അത് ത്രിവിധോ 3 വിധത്തിൽ ഭവതി പ്രിയ, പ്രിയപ്പെട്ട ആഹാരം 3 വിധത്തിലാണുള്ളത്. യജ്ഞ തപസ്തദാധാനം തേഷാം ഭേദ ഇമം ശൃണു. അതുപോലെ തന്നെ യജ്ഞം 3 വിധത്തിലാണ്, തപസ് 3 വിധത്തിലാണ്, ദാനം 3 വിധത്തിലാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഹേ അർജുന അത് കേട്ടറിഞ്ഞാലും. സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയ യജ്ഞമുണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയ തപസ്, സത്വരജസ്തമോ ഗുണങ്ങളുടെ രീതിയിലുള്ള ദാനം. ഇപ്രകാരം 3 വിധത്തിലാണുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആയു, സത്വ, ബലം, ആരോഗ്യം, സുഖ, പ്രീതി വിവർധനാഹ രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹൃദ്യ ആഹാര സാത്വികാ പ്രിയ. പെർഫെക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സാത്വിക ഭക്ഷണത്തെ കുറിച്ചാണ് ശ്രീകൃഷ്ണൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ആയുസ് വർദ്ധിപ്പിക്കുന്നത് ആയു, സത്വബലം സാത്വികമായ ബലത്തെ, സ്ട്രെങ്തിനെ വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യം, ആരോഗ്യമുണ്ടാക്കുന്നത്, സുഖ പ്രീതി വിവർധനാഹ സുഖമുണ്ടാക്കുന്നത്, ശരീരത്തില് ഒരു നല്ല വിധത്തിലുള്ള ടെമ്പറമെന്റ് ഉണ്ടാക്കുന്നത്, രസ്യാഹ സ്നിഗ്ധാഹ ഏത് ആഹാരത്തിന്റെ പോഷകാംശങ്ങളാണോ, സ്നിഗ്ധാഹ അതിലടങ്ങിയിരിക്കുന്ന പോഷകാംശങ്ങളാണോ, സ്ഥിരാഹ വളരെ നന്നായിട്ട് ശരീരത്തെ സ്വാധീനിക്കുന്നത്, ഹൃദ്യാഹ ഹൃദ്യമായ ആഹാരാഹ സാത്വിക പ്രിയ ഇപ്രകാരമുള്ള ആഹാരത്തെയാണ് സാത്വികം എന്ന് പറയുന്നത്. ആയുസ്, ആരോഗ്യം, ബലം, അതുപോലെ തന്നെ പ്രീതി, അതിന്റെ സ്വാദ് വർദ്ധിക്കുന്നത്, ആവശ്യത്തിന് പോഷകാംശങ്ങളുള്ളത്, ഹൃദ്യമായത്, നെഗറ്റീവ് എഫക്റ്റുകൾ ഇല്ലാത്തത്, ഇവയാണ് സാത്വികമായ ആഹാരം.
കടു അമ്ല ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന. കയ്പ്, കടു എന്ന് വെച്ചാൽ കയ്പ്, അമ്ലം അസിഡിക്, ലവണം സോൾട്ടിഷ്, അത്യുഷ്ണം എരിവ് കൂടിയത്, തീക്ഷ്ണം കൂടുതൽ എരിവുള്ളത്, രൂക്ഷ വിദാഹിന രൂക്ഷമായ ഗന്ധവും സ്വാദുമുള്ളവ ഏതെല്ലാമാണോ ആഹാര രാജസ അപ്രകാരമുള്ള ആഹാരമാണ് രാജസ ആഹാരം എന്ന് പറയുന്നത്. അസ്യ രാജസസ്യ ഇഷ്ട ദുഃഖ ശോകാമയപ്രദ. ഈ ആഹാരം കഴിച്ചാൽ ദുഃഖമുണ്ടാകും, അതുപോലെ തന്നെ ശോക കാരണം കൺഫ്യൂഷനും മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകുന്ന ആഹാരങ്ങളാണ് കയ്പുള്ളത്, ആസിഡിക് ആയിട്ടുള്ളത്, ലവണം വളരെ കൂടുതലുള്ളത്, വളരെ ചൂടുള്ളത്, തീക്ഷ്ണമായ ഗന്ധവും സ്വാദുമുള്ളത്, രൂക്ഷമായ ഗന്ധവും സ്വാദുമുള്ള ആഹാരങ്ങൾ. ഇത് രാജസ ആഹാരങ്ങളാണ്. യാതാ യാമം ഗതരസം പൂതി പര്യുഷിതം ച യത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. യാതായാമം ഗതരസം സ്വാദ് നഷ്ടപ്പെട്ട ആഹാരം, യാതായാമം വളരെ കാലം മുമ്പുണ്ടാക്കിയ ആഹാരം, പൂതി അതുപോലെ ഫെർമെന്റ് ചെയ്തത്, പര്യുഷീതം ചീഞ്ഞത്, ഇപ്രകാരമുള്ള ചയത് ഇപ്രകാരമുള്ള ഏതാണോ ഉച്ഛിഷ്ടം ചില മൃഗങ്ങളുടെയോ മനുഷ്യന്റെയോ ഉച്ഛിഷ്ടമായി അവശേഷിക്കുന്നത്, ച അമേദ്യം ഫീഷ്യസ് മാറ്ററായിട്ട് വിസർജിക്കപ്പെട്ടതായിട്ട് വരുന്നത്, ഭോജനം ഏതാണോ ഈ പ്രകാരമുള്ള ആഹാരം, ആ ഭോജനത്തെ താമസപ്രിയം അത് താമസ സ്വഭാവമുള്ളവർക്ക് ഇഷ്ടമാണ്. മാത്രമല്ല അത് താമസമായ ആഹാരമാണ്, താമസികമായ ആഹാരമാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അതായത് വളരെ പഴകിയത്, ഫെർമെന്റ് ചെയ്തത്, സ്വാദ് നഷ്ടപ്പെട്ടത്, കൂടാതെ ഉച്ഛിഷ്ടമായിട്ടുള്ളത്, വിസർജ്യമായിട്ടുള്ളത്, ഇപ്രകാരമുള്ളതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഇതിനകത്ത് പൂതി പര്യൂഷിതം എന്ന വാക്കിന്റെ അർത്ഥം കള്ള്, ഫെർമെന്റഡ് ഫുഡ് ഇതെല്ലാം വിടുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് മുതൽക്ക് തന്നെ ആഹാരത്തെക്കുറിച്ചുള്ള സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നിലനിന്നിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അഫല കാംക്ഷിഭിർയജ്ഞോ വിധി ദൃഷ്ടോ യജ്യത്തെ. ഫലത്തെ പരിധിക്കപ്പുറം കാക്ഷിക്കാതെ യജ്ഞോ വിധി ദൃഷ്ടോ വിധിപൂർവകമായിട്ട് അനുഷ്ഠിക്കുന്ന യജ്ഞതേ യജ്ഞ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ളത്. യഷ്ടവ്യം ഇവ മനഃ ഇത് അനുശാസിക്കേണ്ടതാണ് എന്ന് മാനസികമായിട്ടറിഞ്ഞുകൊണ്ട് സമാധായ സാത്വിക കർമ്മ ധർമ്മനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഫലത്തോട് ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതെ അനുഷ്ഠിക്കുന്ന ആ യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമപി ച ഏവയത്. തൻ്റെ പവർ കാണിക്കുന്നതിന് വേണ്ടി, അഹംഭാവവും തലക്കനവും കാണിക്കുന്നതിന് വേണ്ടി, ദംഭാർത്ഥമപി അഹങ്കാരം കാണിക്കുന്നതിന് വേണ്ടി, തലക്കനം കാണിക്കുന്നതിന് വേണ്ടി, തൻ്റെ സ്ഥാനം കാണിക്കുന്നതിന് വേണ്ടി, അഭിസന്ധായതു ഫലം ഫലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അത്യാഗ്രഹത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ച ഏവയത് അനുഷ്ഠിക്കുന്ന യജ്ഞം യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. അപ്രകാരമുള്ള യജ്ഞമാണ് രാജസ യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ യജ്ഞത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് സ്വന്തം പദവിയും തലക്കനവും കാണിക്കാൻ വേണ്ടി നടത്തുന്ന യജ്ഞം, ആഗ്രഹ സമ്പൂർത്തിക്കായിട്ട് ഫലവുമായി അഭേദ്യമായ ബന്ധത്തോടുകൂടി നടത്തുന്ന യജ്ഞം, ഇതെല്ലാം തന്നെ ഹേ ഭരതശ്രേഷ്ഠ, ഹേ അർജുന, രാജസമായിട്ടുള്ള യജ്ഞം എന്ന വിധി നീ അറിഞ്ഞാലും. വിധിഹീന അസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം വിധിപൂർവകമല്ലാത്തത്, അസൃഷ്ടാന്നം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹവിസ്സുകൾ ചേർത്ത്, മന്ത്രഹീനം മന്ത്രമില്ലാതെ, അദക്ഷിണം ദക്ഷിണ കൊടുക്കാതെ, ശ്രദ്ധാ വിരഹിതം ശ്രദ്ധ ഒരിക്കലുമില്ലാതെ, അല്പം പോലും ശ്രദ്ധയില്ലാതെ, യജ്ഞം താമസം പരിചക്ഷതി അനുഷ്ഠിക്കുന്ന യജ്ഞത്തെയാണ് താമസ യജ്ഞം എന്ന് പറയുന്നത്. അടുത്തത് ശ്രീകൃഷ്ണൻ ശാരീരികവും വാങ്മയവുമായ പ്ലസ് മാനസികമായ തപശ്ചര്യ എന്താണ് എന്ന് വിവരിക്കുകയാണ്. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞപൂജനം
ശൗചം ആർജവം. ദേവ ഈശ്വര ഭക്തി, ഈശ്വര പൂജ. ദ്വിജ ബ്രാഹ്മണ പൂജ. ഗുരു ഗുരുവിനെ പൂജിക്കുക. പ്രാജ്ഞ അറിവുള്ളവരെ പൂജിക്കുക. ശൗചം ശാരീരികമായ ശുദ്ധി നിലനിർത്തുക. ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നേരെ വാ നേരെ പോയെന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ലേ, സത്യസന്ധമായ പെരുമാറ്റം. ബ്രഹ്മചര്യം ബ്രഹ്മചൈതന്യത്തെ ദർശിക്കുവാൻ പാകത്തിനുള്ള കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നതാണ് ബ്രഹ്മചര്യം. അഹിംസ മറ്റൊരുവനെ ഹിംസിക്കാതിരിക്കുക. ച ശാരീരം തപ ഉച്യത്തെ, ഇതാണ് ശാരീരികമായ തപസ് എന്ന് പറയുന്നത്. ശാരീരികമായ തപസ് ദേവന്മാരെ, ദ്വിജന്മാരെ, ഗുരുക്കന്മാരെ, അറിവുള്ളവരെ പൂജിക്കുക. ശൗചം വൃത്തി, നല്ല രീതിയിലുള്ള ഹൈജീനിക് വൃത്തി ഉണ്ടാക്കുക. ആർജവം സത്യസന്ധമായ പ്രവൃത്തി. ബ്രഹ്മചര്യം അഹിംസ ഇവ ശാരീരികമായ തപസ്സാണ്. ഇനി വാക് പരമായ തപസ് എന്ന് പറയുന്നത് എന്താണ്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത്. അനുദ്വേഗകരം പരിധിക്കപ്പുറം ആവേശം വികാരം ഉണ്ടാകാത്ത വാക്കുകള്, സത്യസന്ധമായ വാക്ക്, പ്രിയമായ വാക്കുകള്, ഹിതകരമായ വാക്കുകള് ഏതാണോ. സ്വാധ്യായം തനിക്ക് കർമ്മമണ്ഡലത്തിൽ ആവശ്യമുള്ളത് പഠിക്കുക. സ്വാധ്യായം സ്വാധ്യായാഭ്യസനം തനിക്ക് പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് പഠിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകള്. ച ഏവ ഇവയെല്ലാമാണ് വാങ്മയം തപ ഉച്യത്തെ, വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാത്ത വാക്ക്, സത്യസന്ധമായ വാക്കുകള്, പ്രിയമായതും ഹൃദയകരവുമായ വാക്കുകള്, അതുപോലെ പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങള്, പഠിക്കുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകള്, ഇവയെല്ലാമാണ് വാക്കുകൊണ്ടുള്ള തപശ്ചര്യ എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഇനി മാനസികമായ തപസ് എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മനഃപ്രസാദം മാനസികമായ സന്തോഷത്തോടു കൂടിയിരിക്കാനുള്ള അവസ്ഥ മനഃപ്രസാദം. സൗമ്യത്വം സൗമ്യം ശാന്തമായ പ്രകൃതി. മൗനം ആവശ്യമില്ലാത്ത സ്ഥലത്ത് സംസാരിക്കാതിരിക്കുന്ന മൗന സ്വഭാവം. ആത്മവിനിഗ്രഹം സ്വന്തം ശരീരത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ആത്മവിനിഗ്രഹ. ഭാവസംശുദ്ധി സ്വതേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും ശുദ്ധി എന്ന മാനസികാവസ്ഥ, അത് ശുദ്ധമായിരിക്കണം എന്ന വീക്ഷണം ഉണ്ടാവുക. ഇത്യേത തപോ മാനസമുച്യത്തെ, ഇപ്രകാരമുള്ള തപസ്സിനെയാണ് മാനസിക തപസ് എന്ന് പറയുന്നത്. മനഃപ്രസാദം, സൗമ്യത്വം, ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം സംസാരിക്കാതിരിക്കുന്ന സ്വഭാവമായ മൗനം, ആത്മവിനിഗ്രഹം, ശാരീരികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഭാവസംശുദ്ധി, കർമ്മത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ശുദ്ധി ഉണ്ടാവുക, ഇവയാണ് മാനസികമായ തപസ് എന്ന് പറയുന്നത്. ശ്രദ്ധയാ പരയാ തപ്തം തപസ്ത ത്രിവിധം നരൈഹി, 3 വിധത്തിലുള്ള തപസ്സാണ്. തപ്തം തപഃ ത്രിവിധം നരൈഹി, മനുഷ്യരില് തപസ് 3 വിധത്തിലാണുള്ളത്. ആ 3 വിധത്തിലുള്ള തപസ് ഏതാണ് എന്ന് വിവരിക്കുമ്പോൾ ആ തപസ് തന്നെ ശ്രദ്ധയാ പരയാ തപ്തം, ശ്രദ്ധയോടുകൂടി, പരയാ ഹയസ്റ്റ് ലെവലില്, ഉയർന്ന ലെവലില് തപ്തം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന, അഭ്യസിച്ചിരിക്കുന്ന ആ തപസ് 3 വിധത്തിലാണ് മനുഷ്യര് അനുശാസിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്. ആ തപസ്സാകട്ടെ അഫല കാക്ഷിഭിർയുക്തൈഹി സാത്വികം പരിചക്ഷതേ, തപസ് ചെയ്യുമ്പോൾ ആ തപസ്സിന്റെ ഫലം, റിസൾട്ട്, റിവാർഡ്, അത് ആകാംക്ഷിഭിർയുക്തൈഹി, അത് പ്രതീക്ഷിക്കാതെ, അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ നടത്തുന്ന തപസ് സാത്വികം പരിചക്ഷതേ, ആ തപസ്സാണ് സാത്വിക തപസ് എന്ന് പറയപ്പെടുന്നത്. അതായത് തപസ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി, പരമമായ അഭ്യാസത്തോടുകൂടി, പരമമായ ലക്ഷ്യത്തോടുകൂടി തപസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്താൽ ശ്രദ്ധയുണ്ടാവില്ല. ആ ഫലത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യാതെ ഫലം എന്തായാലും വിരോധമില്ല എന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഉജ്ജ്വലമായ തപശ്ചര്യയാണ് യഥാർത്ഥത്തിൽ സാത്വിക തപസ്. സത്കാര മാനപൂജാർത്ഥം തപോ ദമ്പേന ചൈവയത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമദ്രുവം
സത്കാര മനപൂജാർത്ഥം അവനവന് പേര് ലഭിക്കാൻ വേണ്ടി, നന്മ ലഭിക്കാൻ എന്ന ഭാവത്തില് ദമ്പേന ച ഏവ യത് അഹങ്കാരത്തോടുകൂടി തലക്കനത്തോടുകൂടി ചെയ്യുന്ന തപോ യത് ഏത് തപസ്സാണോ ചെയ്യുന്നത്, ക്രിയത്തെ ആ ചെയ്യുന്ന തപസ് തദിഹ പ്രോക്തം ഇവിടെ ആ തപസ്സിനെ രാജസം ചലമദ്രുവം, ആ തപസ് യഥാർത്ഥത്തിൽ അൺസ്റ്റേബിൾ, ചലം അൺസ്റ്റേബിൾ ആണ്, അദ്രുവം ട്രാൻസിറ്ററി ആണ്, ശാശ്വതമല്ലാത്തതാണ്. അതുകൊണ്ട് താൽക്കാലികമായ സ്ഥിരമല്ലാത്ത അഹങ്കാരമിശ്രിതമായ പേരിനും പ്രസിദ്ധിക്കും വേണ്ടിയായിട്ടുള്ള ആ തപസ്സിനെയാണ് ഇവിടെ രാജസ തപസ് എന്ന് പറയുന്നത്. അപ്പൊ രാജസ തപസ് സാത്വിക തപസ്സിനേക്കാൾ ലോവർ ഗ്രേഡാണ്. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ. മൂഢഗ്രാഹണാത്മനോ ബുദ്ധിശൂന്യമായ ലക്ഷ്യബോധത്തോടുകൂടി യത് പീഡയാ കൂടാതെ ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ട് യത് തപഃ ക്രിയത്തെ ഏത് തപസ്സാണോ ചെയ്യുന്നത്, പരസ്യോത്സാദനാർത്ഥം വാ പരസ്യ ഉത്സാദന അർത്ഥം മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തപസ്, ആ തപസ്സാണെങ്കിൽ അതും, അതുപോലെ മൂഢബുദ്ധിയോടുകൂടി ചെയ്യുന്ന തപസ്സും ശരീരത്തെ പീഡിപ്പിച്ച് ചെയ്യുന്ന തപസ്സും തത് താമസം ഉദാഹൃതം, ആ തപസ്സെല്ലാം താമസമായ തപസ്സാണ് എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളാണ്. ഇനി യത് പീഡയാ ക്രിയതേ എന്ന് ഉദ്ദേശിച്ചിട്ട് തള്ളവിരല് കുത്തി ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന തപസ്, പഞ്ചാഗ്നി തപസ് തുടങ്ങിയ വേദനിപ്പിക്കുന്ന ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകളുണ്ട്. അതെല്ലാം തന്നെ സാത്വിക തപസ്സിന്റെയോ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ തപസ്സിന്റെയോ ഭാഗമായി വരില്ല. ശരീരത്തെ പീഡിപ്പിക്കുന്നതായതുകൊണ്ട് അത് താമസമാണ്. ദാതവ്യം ഇതി യദ്ദാനം ദീയത്തെ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. സാത്വികമായ ദാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണമാണ് ശ്രീകൃഷ്ണൻ ഈ വരിയിലൂടെ നൽകുന്നത്. ദാതവ്യം ഇതി യദ്ദാനം കൊടുക്കേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് യത് ദാനം ദീയത്തെ ഏത് ദാനമാണോ കൊടുക്കുന്നത്, അനുപകാരിണി അത് എനിക്ക് തിരിച്ച് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ, യഥാർത്ഥത്തിൽ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എൻ്റെ ഉത്തരവാദിത്വമാണ്, ഡ്യൂട്ടിയാണ്, പ്രിവിലേജാണ് ദാനം ചെയ്യുക എന്നറിഞ്ഞുകൊണ്ട് നടത്തുന്ന യദ്ദാനം, ആ ദാനമാകട്ടെ ദേശേ കാലേ ച പാത്രേ ച ദേശം നോക്കിയിട്ട് കാലം സമയം നോക്കിയിട്ട് ആർക്കാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വസ്തു സ്വീകരിക്കുന്നത് ആരാണോ ആ വ്യക്തിയെ, സ്വീകരിക്കുന്ന വ്യക്തിയാണ് പാത്രം എന്ന് പറയുന്നത്. അപ്പോ ദേശം കാലം അത് സ്വീകരിക്കുന്ന വ്യക്തി അതിനെ വ്യക്തമായിട്ട് അറിഞ്ഞ് നടത്തുന്ന ദാനത്തെയാണ് തദ്ദാനം സാത്വികം സ്മൃതം, ആ ദാനമാണ് സാത്വികമായ ദാനം എന്ന് പറയുന്നത്. യത്തു പ്രത്യുപകാരാർത്ഥം ബലം ഉദ്ദിശ്യ വാ പുനഃ, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും ലഭിക്കുമെന്ന് ഫലമുദ്ദിശ്യ, അതല്ലെങ്കിൽ പ്രത്യുപകാരാർത്ഥം വാ പുനഃ ഇപ്രകാരം നൽകുന്ന ദാനങ്ങള് ദീയതേ ച പരിക്ലിഷ്ടം, ഏത് ദാനമാണോ പരിക്ലിഷ്ടമായിട്ട് അർദ്ധമനസ്സോടുകൂടി അല്ലെങ്കിൽ സന്തോഷമില്ലാതെ കൊടുക്കുന്നത് തദ്ദാനം, ആ ദാനത്തെയാണ് രാജസം സ്മൃതം, രാജസമായ ദാനം എന്ന് പറയുന്നത്. ഫലം ഉദ്ദേശിച്ചുകൊണ്ട് തിരിച്ചു വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോട് കൊടുക്കുന്ന ദാനങ്ങളെ രാജസദാനം എന്ന് പറയുന്നു. അദേശ കാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ, ദേശത്തില് കാലവും അതുപോലെ ദേശവും അറിയാതെ സ്വീകരിക്കുന്ന വ്യക്തികളെ കുറിച്ചും അറിയാതെ കൊടുക്കുന്ന ദാനം അസകൃത് ബഹുമാനമില്ലാതെ കൊടുക്കുന്നത്, അവജ്ഞാതം ഇൻസൾട്ടോടുകൂടി കൊടുക്കുന്നത്,
തത് താമസമുദാഹൃതം. ഇപ്രകാരമുള്ള ദാനത്തെ താമസം എന്ന് പറയുന്നു, താമസിക സ്വഭാവമുള്ള ദാനം എന്ന് പറയുന്നു. അതായത് അനുയോജ്യമല്ലാത്ത ദേശത്ത് ചെന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ദാനം ചെയ്താൽ, ആവശ്യമില്ലാത്ത കാലത്ത് ചെന്ന് ഏതെങ്കിലും ദാനം ചെയ്താൽ, അതുപോലെ തന്നെ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താൽ, ആവശ്യമില്ല അവിടെ, പാവപ്പെട്ടവന് ഭക്ഷണം ആവശ്യമുള്ളവനെ ഭക്ഷണം കൊടുക്കാവൂ. ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് ആ നാട്ടുകാരെ അവഹേളിക്കുന്ന വിധത്തിൽ ദാനം ചെയ്താൽ അത് ദാനമാവില്ല. അതുപോലെ അർദ്ധരാത്രിക്ക് ഭംഗിയായി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന വ്യക്തി കാലം നോക്കാതെ അയാളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അയാൾക്ക് ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഇപ്രകാരം ദേശവും കാലവും പാത്രവും നോക്കാതെ ചെയ്യുന്ന ദാനം, മനസ്സില്ലാ മനസ്സോട് ചെയ്യുന്ന ദാനം, അതുപോലെ ബഹുമാനമില്ലാതെ കൊടുക്കുന്ന ദാനം, അതുപോലെ തന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ദാനം, ഇവയെല്ലാം താമസമായ ദാനമാണ് എന്ന് മനസ്സിലാക്കണം. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ് ത്രിവിധ സ്മൃത. ഓം തത് സത് എന്നുള്ളതിന് ബ്രഹ്മചൈതന്യത്തിന്റെ 3 വസ്തുതകളാണ് സ്മരിക്കപ്പെടുന്നത്. ബ്രാഹ്മണ തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഹ പുരാ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്, അതുപോലെ കർമ്മമണ്ഡലത്തിന്റെ ഭാഗമാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്. വേദാശ്ച അറിവിന്റെ ഭാഗങ്ങളാണ് വേദങ്ങള്. യജ്ഞാശ്ച ഈ ബ്രാഹ്മണവും വേദവും ചേർന്ന കർമ്മകാണ്ഡത്തിന്റെ ആത്മീയ ഭാഗമാണ് യജ്ഞങ്ങള്. ഇപ്രകാരം 3 ഭാഗങ്ങളാണ് ബ്രഹ്മചൈതന്യ ഉപാസനയ്ക്ക് പന്ഥാവിലൂടെ പോകുന്നവർക്ക് വേണ്ടി പുരാവിഹിത പണ്ട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓം തത് സതിഥി, ഓംകാരത്തിന്റെ തത് സത്, അപ്രകാരം തന്നെ സംഭവിക്കട്ടെ, അത് തന്നെയാണ് സത്ത് എന്ന് പറയുന്ന ആ വസ്തുത ബ്രഹ്മചൈതന്യത്തിന്റെ 3 ഭാഗങ്ങളാണ്. അതില് കർമ്മകാണ്ഡ ഗ്രന്ഥങ്ങളായ ബ്രാഹ്മണത്തിലെ വിവരണം, ജ്ഞാനകാണ്ഡമായ വേദത്തിലെ വിവരണം, കർമ്മഭാഗത്തിന്റെ ആത്മീയ ഭാഗമായ യജ്ഞത്തിന്റെ വിവരണം, ഇത് 3ഉം അടങ്ങിയിരിക്കുന്നു എന്ന് പണ്ട് മുതൽക്കുള്ളവർ തന്നെ വിവരിച്ചിട്ടുണ്ട്. പണ്ട് മുതൽക്ക് തന്നെ വിവരിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ഓംകാരത്തിന് സർവചൈതന്യത്തിൻ്റെയും അസ്തിത്വമുള്ളത് കൊണ്ട്, അടിസ്ഥാനമുള്ളത് കൊണ്ട് ആ ഓംകാരം സർവശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഹേ അർജുന തസ്മാത് ഓം ഇത്യുദാഹൃത്യ, അതുകൊണ്ട് ഓം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് യജ്ഞ ദാന തപ ക്രിയാഹ, യജ്ഞവും ദാനവും തപസ്സും എല്ലാ കർമ്മങ്ങളായ ക്രിയകളും പ്രവർത്തന്തേ വിധാനോക്താഹ, വിധാനോക്താഹ അറിവുള്ളവര് പറയുന്ന വിധത്തിൽ, അറിവുള്ളവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന്തേ ആരാണോ പ്രവർത്തിക്കുന്നത് സതതം ബ്രഹ്മവാദിനാം, അപ്രകാരം പ്രവർത്തിക്കുന്നവർ എപ്പോഴും ബ്രഹ്മചൈതന്യത്തിന്റെ അനുശാസകരാണ്, അറിവുള്ളവരാണ്, അതിലേക്ക് പ്രയാണം ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഓം എന്ന് ചൊല്ലിയിട്ട് വേണം ആ കർമ്മം ചെയ്യാൻ, മന്ത്രം ചൊല്ലുവാൻ, അതല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ. ഓം എന്ന് ആരംഭിക്കുന്ന മന്ത്ര കർമ്മത്തെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ഇനി തത് ഇത്യനഭിസംഘായ ഫലം യജ്ഞ തപഃ ക്രിയാഹ. ഓം തത് സത്, അതിലെ തത് എന്ന് പറയുന്ന തത് ഇത്യനഭിസംഘായ ഫലം, തത് എന്ന് പറഞ്ഞുകൊണ്ട് അനഭിസംഘായ ഫലം, ആ കർമ്മത്തിന്റെ ഫലത്തില് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ക്രിയാഹ യജ്ഞ തപാഹ, ഏതെല്ലാം കർമ്മങ്ങളാണോ, യജ്ഞവും തപസ്സുമാണോ, ദാന ക്രിയാശ്ച വിവിധാഹ ക്രിയന്തേ, ദാനകർമ്മങ്ങൾ വിവിധ തരത്തിലുള്ളത് ആരാണോ ചെയ്യുന്നത് അവര് മോക്ഷകാംക്ഷിഭിഹി, അവർ മോക്ഷത്തെ ലക്ഷ്യമിടുന്നവരാണ്. അപ്പൊ തത് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ യജ്ഞവും തപസ്സും ദാനവും വിവിധ തരത്തിലുള്ള ക്രിയകളും യഹ ക്രിയന്തേ ആരാണോ ചെയ്യുന്നത് സാ മോക്ഷകാംക്ഷിഭി, അവർ മോക്ഷത്തെ കാക്ഷിക്കുന്നവരാണ്, അവർക്ക് മോക്ഷം എളുപ്പത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളവരാണ്. സദ്ഭാവേ സാധുഭാവേ ച
സത് ഇത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥ യുജ്യത്തെ. ഓം തത് സത് എന്നുള്ളതില് സത് എന്ന വാക്ക് സദ്ഭാവേ നന്മയുടെയും സാധുഭാവേ സാധുഭാവേ നന്മയുടെ തന്നെ ചൈതന്യം ഉൾക്കൊള്ളുന്ന വസ്തുതകളുടെയും സത് ഇത്യേതത് പ്രയുജ്യത്തെ. അപ്പൊ നല്ല ഭാവവും വസ്തുതാപരമായ ഭാവവും അറിയിക്കുന്നതിന് സത് എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. സത്ത് എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ എസൻസ്, സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്. ഇത് അറിയിക്കുന്നതിന് വേണ്ടി സത് ഇത്യേതൽ പ്രയുജ്യത്തെ ഇപ്രകാരമുള്ള വാക്ക് സത്ത് എന്ന് ചേർത്തിട്ട് പറയാറുണ്ട്. പ്രശസ്തേ കർമ്മണി തഥാ പ്രശസ്തിക്ക്, കീർത്തിക്ക്, നന്മയ്ക്ക്, അതിനും ഇതേ വാക്ക് തന്നെയാണ് നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുമ്പോഴും. പ്രശസ്തേ കർമ്മണി തഥാ സത് ശബ്ദഃ പാർത്ഥ യുജ്യത്തെ. സത് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഓം എന്ന വാക്കിന്റെ പ്രയോഗം, തത് എന്ന വാക്കിന്റെ പ്രയോഗം, സത് എന്ന വാക്കിന്റെ പ്രയോഗം. സത്ത് എന്നുള്ളത് മംഗളകരമായ നന്മ നിറഞ്ഞ റിയാലിറ്റി ചേർത്ത ഫാക്റ്റ്ഫുള്ളായ കാര്യങ്ങൾക്കെല്ലാം, നന്മ നിറഞ്ഞതിനും വസ്തുതാപരമായ കാര്യങ്ങൾക്കെല്ലാം സത് എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഓം തത് സത് ഇതി എന്നുള്ളതിന്റെ അർത്ഥം വ്യക്തമാക്കുകയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ച ഉച്യത്തെ. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി, യജ്ഞത്തിന്റെയും തപസ്സിന്റെയും ദാനങ്ങളുടെയും നന്മകളെയും സദിതി ച ഉച്യത്തെ, ആ നന്മകളെയും സത് എന്ന് തന്നെയാണ് പറയാറുള്ളത്. കർമ്മ ച ഏവ തദർത്ഥീയം സദിത്യേവാഭിധീയത്തെ. കർമ്മത്തിന്റെ ഫലം, നന്മ നിറഞ്ഞ ഈശ്വര പൂജനയുടെ ഫലം, തദർത്ഥീയം സത് ഇത്യേവാ അഭിധീയത്തെ, അതും സത് എന്ന വാക്കുകൊണ്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ നല്ല പ്രവൃത്തി, യജ്ഞം, തപസ്, ദാനം ഇവയുടെ എല്ലാത്തിൻ്റെയും റിസൾട്ടുകളെ സത് എന്ന വാക്കുകൊണ്ട് തന്നെ അറിയപ്പെടുന്നു. അതേ സമയത്ത് അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദിത്യുച്യത്തെ പാർത്ഥ ന ച തത്പ്രേത്യ ന ഇഹ നോ ഇഹ. അശ്രദ്ധയാ, ശ്രദ്ധയില്ലാതെ, ഹുതം ഏതെങ്കിലും യജ്ഞത്തിൽ ഹവിസ് അർപ്പിക്കുകയാണെങ്കിൽ, ശ്രദ്ധയില്ലാതെ അർപ്പിക്കുന്ന ഹവിസ്, ദത്തം തപസ്തപ്തം അപ്രകാരം അശ്രദ്ധയോടുകൂടി കൊടുക്കുന്ന കാര്യങ്ങൾ, അശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന തപസ്, ഇപ്രകാരം ചെയ്യുന്ന മറ്റെല്ലാ കൃതം ചെയ്യത്തെ എല്ലാ കർമ്മങ്ങളും അസത് ഇതി ഉച്യത്തെ, സത്തല്ല അസത്താണ് എന്ന് പറയുന്നു. ഹേ പാർത്ഥ ന ച തത് പ്രേത്യ ന ഇഹ. അപ്രകാരം അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും ദാനമാണെങ്കിലും ന പ്രേത്യ, അത് മരണാനന്തരമോ ന ഇഹ, ഇപ്പോഴോ ജീവിച്ചിരിക്കുന്ന സമയത്തോ, ഹേ പാർത്ഥ അത് അക്കൗണ്ട് ചെയ്യപ്പെടില്ല, പ്രയോജനപ്രദമാവുകയില്ല. അതുകൊണ്ട് അശ്രദ്ധയോടുകൂടി ഒരു കർമ്മവും ചെയ്യാതിരിക്കണം. അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രയോജനപ്പെടുകയില്ല എന്ന് ശ്രീകൃഷ്ണൻ അസന്നിഗ്ധമായിട്ട് വിവരിക്കുന്നതോടുകൂടി 17ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ 17 അധ്യായഃ. ശ്രദ്ധാത്രയ വിഭാഗം എന്ന പേരായ 17ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ശ്രദ്ധയെക്കുറിച്ച് വളരെ വ്യക്തമായി വിവരിക്കുന്ന ഒരു അധ്യായമാണ് സാത്വിക ശ്രദ്ധ, രാജസമായ ശ്രദ്ധ, താമസമായ ശ്രദ്ധ. ഇപ്രകാരം വ്യത്യസ്ത രീതിയിലുള്ള മാനസികാവസ്ഥയോടുകൂടി ബുദ്ധിപരമായ അവസ്ഥയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, യജ്ഞം നടത്തുമ്പോൾ, തപശ്ചര്യ അനുഷ്ഠിക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ
ഗുണദോഷങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് ഇഹലോകത്തിലും പരലോകത്തിലും അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളും ലക്ഷ്യബോധത്തിലെ അപഭ്രംശവും സാത്വികമായ ഭാവവും എല്ലാം വിവരിച്ചുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിലൂടെ ഇത്രയും ചെറിയ സബ്ജക്റ്റായ ശ്രദ്ധയെ ഇത്രയും ഉജ്ജ്വലമായ രീതിയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ കൺഫ്യൂഷനോടുകൂടി നിൽക്കുന്ന അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി ആ വരികളിലൂടെ സഞ്ജയൻ ധൃതരാഷ്ട്രരെ കേൾപ്പിച്ച് ആ വരികൾ വേദവ്യാസൻ ഉദ്ധരിച്ച് ഇന്നത്തെ ലോകത്തിലെ ജനതയ്ക്കായിട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതില് നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ ഭക്തി, നമ്മളുടെ ജീവിത ലക്ഷ്യം, പ്രവർത്തനം, ആഹാരം, അതുപോലെയുള്ള കർമ്മം, കർമ്മബലം ഇവയെല്ലാം സത്വരജസ്തമോ ഗുണങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ജീവിതം സുഖസമ്പൂർണമാക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതാണ് ഭഗവത്ഗീതയുടെ ഡേ ടു ഡേ ആപ്ലിക്കേഷൻ. ഇതിന് അത്യാവശ്യമായി വേണ്ടത് അവയർനെസ്, നാം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള വിശകലനാത്മകമായ വീക്ഷണം, പറയാൻ പോകുന്ന വാക്കുകളെക്കുറിച്ചുള്ള ബോധം, ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവുന്ന ഫലത്തെക്കുറിച്ച്, റിസൾട്ടിനെ കുറിച്ച്, റിവാർഡിനെ കുറിച്ച്, കോൺസിക്വൻസിനെ കുറിച്ചുള്ള ബോധം, ഇവയെല്ലാം വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ഏത് ക്ലാസ്സിൽ ഇവയെല്ലാം വരും, സാത്വികമായിരിക്കോ, രാജസമായിരിക്കോ, താമസമായിരിക്കുമോ എന്ന് നോക്കിയിട്ട് അത് വിശകലനം ചെയ്ത് എടുക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്യുജ്വലമായ ഒരു പന്ഥാവ് സ്വയം നമുക്ക് ഉണ്ടാക്കി തിരഞ്ഞെടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുകയും ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോഴും അവസാന വാക്ക്, അവസാന പ്രവൃത്തി, അവസാന ഡിസിഷൻ നമ്മുടേതാക്കാൻ ഭഗവത്ഗീത നമ്മളെ വളരെയേറെ സഹായിക്കുമെന്ന് ഉറപ്പാണ്.